الجمعة حج الفقراء والمساكين. പാവപ്പെട്ടവനെ ഫഖീറേ മിസ്കീനേ, നിന്റെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമഅ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിനക്ക് ഹജ്ജ് ഏത് ജുമഅ. അല്ലാഹ് ജുമഅ. നീ എവിടെ പോകുന്നത്? നീ ജുമഅന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച ജുമഅ കളഞ്ഞിട്ട്. അല്ലാഹു ആകട്ടെ. ജുമഅ ഇല്ല, ജുമഅ ഉള്ളൂ. അല്ലാഹു ആകട്ടെ. അല്ലാഹു ആദരിക്കട്ടെ. നടക്കുന്ന സംഗതി ജുമഅ കളഞ്ഞിട്ട് വേറെ പോരി. സംഭവം കിസറായി പോയി. സമൂഹത്തിൽ നടക്കുന്നതാണ്. ജുമഅ നഷ്ടപ്പെടുത്തി, ഹജ്ജ് നഷ്ടപ്പെടുത്തി, വേറെ പരിപാടി. ജുമഅയുടെ സുന്നത്തിലെ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന മുസ്ലിം സഹോദരങ്ങളിലെ, ചെറുപ്പക്കാരിലെ, സഹോദരിമാരിലെ എത്ര ആളുകൾ? അതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും ഒന്നില്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. എന്താ വെള്ളിയാഴ്ച? എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ച്? നമ്മുടെ മേത്തന്മാര് വരണം, ജുമാ പോയി, വേറെ പരിപാടിയാണ്. ഹജ്ജ് അങ്ങ് പോവാണ്. ജുമാ പോയെന്ന് പറഞ്ഞാൽ ഹജ്ജ് പോയി. അൽ ജുമഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരുന്നു ജുമഅ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാധാ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്നാ നിനക്കുള്ളതാകുന്ന ഹജ്ജ് ജുമഅയാണ് നിന്റെ ഹജ്ജ്. 5 വഖത്ത് നമസ്കാരം നിനക്കുള്ള ഹജ്ജ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല ഹദീസാണ്, വേറൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നുമല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ, വെറുതെ പറയല്ല. من تطهر من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 5 വഖത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ, ചെറുപ്പക്കാര സഹോദര, ലിഅദാഇ സ്വലാത്തി മക്തൂബ ഫഅജ്റുഹു മിസ്ലുൽ ഹാജിൽ മുഹ്രിമി. ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് പോവാൻ. എന്തിന്? ഫർളാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കാൻ. പാവപ്പെട്ടവൻ നിനക്ക് എന്ത് കിട്ടുക? ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായി? ആരോടായി പറയുന്നത്? ഫുലൂസ് മാഫി ഖൗമിനോടായി പറയുന്നത്. പൈസ ഇല്ല ഉസ്താദേ, പക്ഷെ പോകാൻ ഭയങ്കര കൊതിയായിരുന്നു ഹജ്ജിന്. നീ നാട്ടിൽ തന്നെ ഇരുന്നാൽ നിനക്ക് കുറെ ഹജ്ജിന്റെ കൂലിയുണ്ട്, ഹജ്ജ് നിനക്ക് നേടിയെടുക്കാം. അതിനാണ് പറഞ്ഞത് ഒന്ന് ജുമഅ, 2 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം. ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തത്, റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അമല് ഇന്നും സമൂഹം നിലനിർത്തി പോരുന്ന ഒരു അമലുണ്ട്. ഏതാണെന്നറിയാം? റമളാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമലുണ്ട്. ഏതാണത്? സുബൈ കഴിഞ്ഞുള്ള ഉറക്കം. കറക്റ്റായിട്ട് റമളാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടിട്ടില്ല. റമളാനി ചെയ്ത ആകെയുള്ള ഒരു അമലാണ് കറക്റ്റായിട്ട്. അത് മുടക്കിയിട്ടുമില്ല. തറാവീഹൊക്കെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ട്, ഖുർആനോത്ത് മുടങ്ങിയിട്ടുണ്ടാവും. ഈ സുബൈ കഴിഞ്ഞുള്ള ഉറക്കം മുടങ്ങാൻ പാടില്ല. അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ. സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല. സ്വയം സ്കരിച്ചിട്ട് അങ്ങനെ വേഗം ഉറങ്ങാൻ പാടില്ല. ഏറ്റവും നല്ല സമയമാണ്. എന്താണത്? ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. തഴവാസാദിന്റെ ബൈത്താണ്. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ.
ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എപ്പോ ഉറങ്ങിക്കണോ? സുബൈ കഴിഞ്ഞോ? ബറക്കത്ത് വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവൂല. ബറക്കത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ടു. യുവതലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസി സമൂഹത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം എന്താ? പാതിരാത്രി സമയം വരെ ഇന്റർനെറ്റ് മൊബൈലും ആയിട്ടെങ്കിലും പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഒന്ന് കടന്നാൽ പിന്നെ സുബഹിയില്ല, ഉദയമില്ല, ഒന്നുമില്ല, പിന്നെ ഒരു 8-8:30 ആകുമ്പോഴേക്കും ബറക്കത്താകപ്പെട്ട സർവ്വസമയവും സുബ്ഹാനല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി, അല്ലാഹുവേ പടച്ചറബേ എന്റെ സമുദായത്തിന് ബറക്കത്ത് ചൊരിയണേ, ഫീ ബുകൂരിഹാ അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ, പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ വേളയിൽ മുസ്ലിമേ നീയോ ഉറക്കമാണ്. എവിടെന്നാണടാ ബറക്കത്ത് ലഭിക്കുക? ഏത് രീതിയിലാണ് നിനക്കും നിന്റെ കുടുംബത്തിലും ബറക്കത്ത് ഉണ്ടാവുക? ഉസ്താദേ, എന്റെ മകൻ ഇതുവരെ പാസ്സായിട്ടില്ല. ഉസ്താദേ, എത്രയോ എക്സാമുകളാണ്, PSC ടെസ്റ്റുകളാണ് അവൻ എഴുതിയത്. അവൻ എഞ്ചിനീയറെ പാസ്സായവനാണ്, അവൻ നല്ല രീതിയിൽ പഠിച്ചവനാണ്, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. രാവിലെ സുബഹി കഴിഞ്ഞിട്ട് പോത്തുപോലെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഒരിക്കലും ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിന് നീ പാത്രീഭൂതനാകണമെങ്കിൽ ആ സുബഹിക്ക് ശേഷമുള്ള സമയം ദിക്റിലായി കൂടണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ.